ന്യൂസ് 16 കേരള. വാഷിംഗ് മെഷീനെ ചൊല്ലിയുള്ള തർക്കം യുഎസിൽ ഇന്ത്യക്കാരനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. യുഎസിൽ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ഹോട്ടലിൽ ഇന്ത്യക്കാരനെ തലയറുത്തു കൊന്നു. കർണാടക സ്വദേശിയും ഹോട്ടലിലെ ജീവനക്കാരനുമായ 50 വയസ്സുകാരൻ ചന്ദ്ര നാഗമല്ലയെയാണ് കൊല്ലപ്പെട്ടത്. ഡാളസ് നഗരത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു കൊലപാതകം. സംഭവത്തിൽ ഹോട്ടലിലെ ജീവനക്കാരനായ 37 വയസ്സുകാരൻ യോർദാനിസ് കോബോസ് മാർട്ടിനസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യോർദാനിസും മറ്റൊരു ജീവനക്കാരും ഹോട്ടൽ മുറി വൃത്തിയാക്കുകയായിരുന്നു. അതിനിടയിൽ അവിടേക്ക് വന്ന നാഗമല്ലയ്യ കേടായ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കരുതെന്ന് യോർദാനിസിനോട് പറയാൻ ജീവനക്കാരനെ ഏൽപ്പിച്ചു. തന്നോട് നേരിട്ട് പറയാതെ മറ്റൊരാൾ വഴി സംസാരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് നാഗമല്ലയെ യോർദാനിസ് ആക്രമിച്ചത്. തുടർന്ന് വടിവാളെടുത്ത് പ്രതി പലതവണ നാഗമല്ലയെ കുത്തുകയായിരുന്നു. പാർക്കിംഗ് ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നാഗമല്ലയ്യ ശ്രമിച്ചുവെങ്കിലും യോർദാനിസ് പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. ഇതിനിടെ നാഗമല്ലയ്യയുടെ ഭാര്യയും 18 വയസ്സുള്ള മകനും പ്രതിയെ പിന്തിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെ തള്ളിയിട്ട ശേഷം നാഗമല്ലയെ കഴുത്തറത്ത് കൊലപ്പെടുത്തി. ഇതിന് പിന്നാലെ യോർദാനിസ് നാഗമല്ലയ്യയുടെ തലയെടുത്ത് സമീപത്തുള്ള മാലിന്യ കൂമ്പാരത്തിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പോലീസ് പിടിയിലായത്. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. സംഭവത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റ് അനുശോചനം അറിയിച്ചു. ഞങ്ങൾ നാഗമല്ലയ്യയുടെ കുടുംബവുമായി ബന്ധപ്പെടുകയും സാധ്യമായ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും കോൺസുലേറ്റ് എക്സിൽ അറിയിച്ചു. പ്രതി മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.